നമസ്കാരം, എല്ലാവർക്കും ദ്വിതോ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് UGC നെറ്റിന് ചോദിച്ചിട്ടുണ്ടായിരുന്ന പേപ്പർ നമ്പർ 2 ബന്ധപ്പെട്ട 1ഉം 2ഉം മോഡ്യൂൾസ് പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പൊ നിങ്ങൾ മാക്സിമം ഇതുപോലെയുള്ള മാനേജ്മെന്റിന്റെ UGC നെറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ PSCയുടെ പ്രീവിയസ് ആയിട്ടുള്ള ഡിഗ്രി ലെവലിന്റെയും എല്ലാം ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കുക. ഡിസാസ്റ്റർ മാനേജ്മെന്റ് സെപ്പറേറ്റ് നമ്മൾ ഓൾറെഡി ഇപ്പൊ മോക്ക് ടെസ്റ്റ് സീരീസിലൊക്കെ ഒരുപാട് കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും മോക്ക് ടെസ്റ്റ് സീരീസിൽ ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. സിലബസ് അനുസരിച്ചിട്ടുള്ള PDF ആയിരിക്കും. ഇതുവരെയുള്ള എല്ലാ മോക്ക് ടെസ്റ്റുകളും നിങ്ങൾക്ക് ലഭിക്കും. കോൺഫിഡൻസ് കൂട്ടാൻ വളരെ നല്ലതാണത്. 250 രൂപയാണ്. താഴെ ഞാൻ നമ്പർ കൊടുത്തേക്കാം. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു മെസ്സേജ് ചെയ്യുക. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഇത് 2023 നടന്നിട്ടുള്ള UGC നെറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ. അതിനകത്തുനിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള സിലബസ് അനുസരിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 1, കോർപ്പറേറ്റ് ഗവേണൻസ് ഈസ് ടു കണ്ടക്ട് ദ ബിസിനസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഓണേഴ്സ് ഡിസയർ ഈസ് കൺസെപ്ച്വലൈസ്ഡ് ബൈ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? കോർപ്പറേറ്റ് ഗവേണൻസ് ഈസ് ടു കണ്ടക്ട് ദ ബിസിനസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഓണേഴ്സ് ഡിസയേഴ്സ് ഈസ് കൺസെപ്ച്വലൈസ്ഡ് ബൈ. ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഈ ഒരു കൺസെപ്റ്റിന്റെ ഉടമ ആരാണെന്നാണ് ചോദ്യം. ഹെൻറി ഫെയോൾ ആണോ, മിൽട്ടൺ ഫ്രൈഡ്മാൻ ആണോ, പീറ്റർ ഡ്രങ്കർ ആണോ, ലോർഡ് കാഡ്ബറി ആണോ എന്നാണ് ചോദ്യം. അപ്പൊ കോർപ്പറേറ്റ് ഗവേണൻസ് ഈസ് ടു കണ്ടക്ട് ദ ബിസിനസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഓണേഴ്സ് ഡിസയേഴ്സ് എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഡിസയേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ്, മിൽട്ടൺ ഫ്രൈഡ്മാൻ ആണ്. നോക്കിക്കേ, ഫ്രൈഡ്മാന്റെ ഷെയർ ഹോൾഡർ തിയറി 1970 ഇറങ്ങിയ ഷെയർ ഹോൾഡർ തിയറിയിലാണ് പറയുന്നത് ദ പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഓഫ് കോർപ്പറേറ്റ് മാനേജ്മെന്റ്. നമ്മുടെ കോർപ്പറേറ്റ് മാനേജ്മെന്റ് ഒന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് റെസ്പോൺസിബിലിറ്റി എന്താണ്? ടു മാക്സിമൈസ് ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത് ആസ് ലോങ് ആസ് ഇറ്റ് സ്റ്റേസ് വിത്തിൻ ലീഗൽ ആൻഡ് എത്തിക്കൽ ബൗണ്ടറീസ്. അല്ലെ, അതായത് ഏതൊരു കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെയും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും പ്രൈമറി ഏറ്റവും ഒന്നാമത് നിൽക്കുന്ന റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ് ആരൊക്കെയാണോ, ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ എന്ത് പേര് വിളിക്കും, ഓണർ ആരാണോ അവരുടെ വെൽത്തിനെ മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ജോലി. അല്ലെ, അത് ലീഗലി എത്തിക്കൽ ബൗണ്ടറീസിൽ നിന്നുകൊണ്ട് അവരുടെ വെൽത്തിനെ കൂട്ടുക. അതാണ് ഷെയർ ഹോൾഡേഴ്സ് തിയറി പറയുന്നത്. ഈ ഷെയർ ഹോൾഡേഴ്സ് തിയറി ആരുടെയാണ്? മിൽട്ടൺ ഫ്രൈഡ്മാന്റെ ആണ്. ഓക്കെ ആണല്ലോ. ക്വസ്റ്റ്യൻ നമ്പർ 2, according to Maslow hierarchy of needs, which one of the following organization aspect will not be included in the self-actualization need? ആ ഒരു എബ്രഹാം മാസ്ലോയുടെ ഹയറാർക്കി ഓഫ് നീഡ്സ് സ്ഥിരമായിട്ട് സൈക്കോളജി ആയിക്കോട്ടെ, സോഷ്യോളജി ആയിക്കോട്ടെ, മാനേജ്മെന്റ് ആയിക്കോട്ടെ, ഇൻ കേസ് ഇനി നിങ്ങളുടെ അഡ്മിനിസ്ട്രേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ആയിക്കോട്ടെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ്. നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്, ഒരുപാട് പേര് ഇത് പഠിച്ചിട്ടുണ്ട്. നമ്മളൊരു പിരമിഡ് രൂപത്തിൽ എബ്രഹാം മാസ്ലോ നമ്മുടെ നീഡ്സിനെ പറ്റിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അല്ലെ, നമ്മുടെ മനുഷ്യന്റെ ആവശ്യങ്ങളെ അദ്ദേഹം ഒരു ശ്രേണി രൂപത്തിലാണ് എടുത്തിട്ടുള്ളത്. ആ ശ്രേണി അദ്ദേഹം 5 ശ്രേണികളായിട്ട് തിരിച്ചു. ഏറ്റവും താഴെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ആവശ്യം, എല്ലാ മനുഷ്യരുടെയും ബേസിക് ആവശ്യവും ഏറ്റവും അവസാനം അതായത് മനുഷ്യർ എത്തപ്പെടേണ്ട അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന തലത്തിലുള്ള ഏറ്റവും അവസാന തലം എന്ന് പറയുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? മാസ്ലോയുടെ ഹയറാർക്കി ഓഫ് നീഡില് വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഓർഗനൈസേഷണൽ ആസ്പെക്ട് വിൽ നോട്ട് ബി ഇൻക്ലൂഡഡ് ഇൻ ദ സെൽഫ് ആക്ച്വലൈസേഷൻ. നമ്മുടെ ഈ ഒരു ഓർഗനൈസേഷൻ ആസ്പെക്ട് നോക്കുന്ന സമയത്ത് താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സിനകത്ത് കൊണ്ടുവരാത്തത്? നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയും. സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മൾ ഈ സ്വാമിമാരുടെ ഒക്കെ കാര്യം പറയത്തില്ലേ, ഇനി എനിക്ക് ഒന്നും നേടാനില്ല, അതായത് ഫുൾ പ്ലഷറിലാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ള ഒരു സ്റ്റാറ്റസ് ആണ്. അവിടെ എനിക്ക് പ്രത്യേകിച്ച് മറ്റുള്ളവർ എന്നെ അംഗീകരിക്കണമെന്നോ, എനിക്ക് സ്റ്റാറ്റസ് വേണം, പൈസ വേണം, അങ്ങനെയുള്ള ആവശ്യങ്ങളൊന്നും തന്നെ വരില്ല. ഓക്കെ, അപ്പൊ അത് മനസ്സിൽ വെച്ചിട്ട് നോക്കിയേ. അഡ്വാൻസ്മെന്റ്, ജോബ് ചാലഞ്ച്, സ്റ്റാറ്റസ്, സെൽഫ് ഇമേജ്. അപ്പൊ ഇവിടെ കുറച്ച് ടഫാണ് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ. ഏത് ആസ്പെക്ട് ആണ് ഓർഗനൈസേഷനകത്ത് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡിനകത്ത് വരാത്തതെന്നാണ് ചോദ്യം. നോക്കിക്കേ, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സിനകത്ത് മാസ്ലോയുടെ ഹയറാർക്കി ഓഫ് നീഡ്സിനകത്ത് റിലേറ്റ് ടു റിയലൈസിങ് വൺ ഫുള്ളസ്റ്റ് പൊട്ടൻഷ്യൽ, എന്റെ മാക്സിമം കഴിവ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു ലെവലാണ്. അതായത് ക്രിയേറ്റിവിറ്റി, ഗ്രോത്തും സെൽഫ് ഫുൾഫിൽമെന്റും എല്ലാം കൂടെ വന്ന് നിൽക്കുന്ന ഒരു സമയമാണ്. അവിടെ എനിക്ക് അഡ്വാൻസ്മെന്റും ജോബ് ചാലഞ്ചും സെൽഫ് ഇമേജും ഒക്കെ വരാം. പക്ഷെ ഞാൻ അവിടെ കൺസിഡർ ചെയ്യാത്തൊരു സാധനമായിരിക്കും സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അവിടെ ഞാൻ എന്റെ സ്റ്റാറ്റസോ മറ്റുള്ളവർ എന്നെ പറ്റിയിട്ട് എന്ത് ചിന്തിക്കുമെന്നോ ഒന്നും ആലോചിക്കില്ല. ഓക്കെ, സോ ഓപ്ഷൻ സി ആണ്, സ്റ്റാറ്റസ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പം എസ്റ്റീം നീഡ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ട്. അതായത് ബേസിക് ആയിട്ട് വരുന്ന ഒരു ഇത് ഫിസിയോളജിക്കൽ നീഡ്,
ദെൻ സേഫ്റ്റി നീഡ്, സൈക്കോളജിക്കൽ നീഡ്, ദെൻ ഇവിടെ സെൽഫ് എസ്റ്റീം എന്ന് പറയുന്ന ഒരു നീഡ് ഉണ്ട്. സെൽഫ് ആക്ച്വലൈസേഷന് മുമ്പ് സെൽഫ് എസ്റ്റീം എന്ന് പറയുന്ന ആ ഒരു നീഡിനകത്താണ് നമ്മൾ മറ്റുള്ളവർ എന്നെ തിരിച്ചറിയണം, എനിക്ക് റെപ്യൂട്ടേഷൻ വേണം, എനിക്ക് പ്രസ്റ്റീജ് ഉണ്ടായിരിക്കണം, എനിക്ക് സ്റ്റാറ്റസ് ഉണ്ടായിരിക്കണം എന്നൊക്കെ പറയുന്നത്. സോറി, ഇവിടെയാണ് ഇത് ഫിസിയോളജിക്കൽ നീഡ്, ഇത് സേഫ്റ്റി നീഡ്, ഇവിടെ സെൽഫ് എസ്റ്റീം എന്ന് പറയും, ഇത് സെൽഫ് റിയലൈസേഷൻ, സെൽഫ് ആക്ച്വലൈസേഷൻ ആണ്. അപ്പൊ ഈ ഒരു സ്റ്റേറ്റിലാണ് ഞാൻ മറ്റുള്ളവരെന്നെ അംഗീകരിക്കണമെന്നും എനിക്ക് സ്റ്റാറ്റസ് വേണമെന്നും റെപ്യൂട്ടേഷൻ വേണമെന്നും ഒക്കെ പറയുന്നത് സെൽഫ് എസ്റ്റീം നീഡ്സിനകത്താണ്, സെൽഫ് ആക്ച്വലൈസേഷനകത്തല്ല. പെട്ടെന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. കോഴ്സ് ജോയിൻ ചെയ്തവർക്ക് ഞാൻ ഈ ഒരു തിയറി എടുത്തിട്ടുണ്ട്. സൈക്കോളജി അറിയാവുന്നവർക്ക് ഈ തിയറി അറിയായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ജോബ് റിലേറ്റഡ് പെർഫോമൻസ് ഡേറ്റ ടു ഐഡന്റിഫൈ ദ പെർഫോമൻസ് ഓഫ് ആൻ എംപ്ലോയി? അതായത് ഈ പറയുന്ന 4 കാര്യങ്ങളിനകത്ത് ജോബ് റിലേറ്റഡ് പെർഫോമൻസുമായിട്ട് അല്ലെങ്കിൽ ജോബ് റിലേറ്റഡ് പെർഫോമൻസ് ഡേറ്റയുമായിട്ട് ബന്ധമില്ലാത്ത എന്തിനു വേണ്ടിയിട്ടാ ഒരു എംപ്ലോയിയുടെ പെർഫോമൻസ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ എടുക്കാത്തൊരു കാര്യം ഏതാണ്? ആറ്റിറ്റ്യൂഡ് സർവേ, ലേറ്റ് ഡെലിവറീസ്, ഗ്രീവൻസസ്, ആബ്സെന്റീസ്. ആൻസർ നോക്കിക്കേ, ജോബ് റിലേറ്റഡ് പെർഫോമൻസ് ഡേറ്റ എന്ന് പറയുന്നത് എന്താണ്? മെഷറബിൾ ഇൻഡിക്കേറ്റേഴ്സ് ആണ് അല്ലെ? ഹൗ ആൻ എംപ്ലോയി ഈസ് പെർഫോമിംഗ് അറ്റ് വർക്ക്. ഒരു ജോലി ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഒരു എംപ്ലോയി പെർഫോം ചെയ്യുന്നതെന്ന് നമ്മൾ അളക്കുന്നതിന് ഉപയോഗിക്കുന്നതാണ് ജോബ് റിലേറ്റഡ് പെർഫോമൻസ് ഡേറ്റ. ലേറ്റ് ഡെലിവറി എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? പെർഫോമൻസ് ഒരു കാര്യം കൊടുത്തിട്ട് 10 മിനിറ്റ് കൊണ്ട് തീർക്കേണ്ടതാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് അയാൾ ഒരു 20 മിനിറ്റ് കൊണ്ടാണ് തീർക്കുന്നതെങ്കിൽ അവിടെ എന്താ? ഡിലേ ആവുക, പെർഫോമൻസ് കുറവെന്ന അർത്ഥം. ഗ്രീവൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എപ്പോഴും പോയി കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ടേയിരിക്കുക, അത് പുവർ വർക്ക് റിലേഷൻ ആണ്, മാനേജ്മെന്റ് ഇഷ്യൂ ആണ്, അതും പ്രശ്നമാണ്. ആബ്സെന്റീസ് എന്താണ്? എപ്പോഴും അവധി എടുത്തുകൊണ്ടിരിക്കുക, അതായത് ഡയറക്ട്ലി റിഫ്ലക്ട് ജോബ് പെർഫോമൻസ് ആണ് ആബ്സെന്റീസ്. ഇന്ന് വരും 2 ദിവസം വരത്തില്ല. അപ്പൊ ഇതെല്ലാം നമ്മുടെ ജോബ് റിലേറ്റഡ് പെർഫോമൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്നാൽ ആറ്റിറ്റ്യൂഡ് സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മെഷേഴ്സ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ, മോറൽ ഓർ ഒപ്പീനിയൻ, ബട്ട് ദേ ആർ നോ ഡയറക്റ്റ് ജോബ് പെർഫോമൻസ്. ഇവിടെ ആറ്റിറ്റ്യൂഡ് സർവേ മീൻസ് ആ ജോലിയെ പറ്റിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനെ പറ്റിയിട്ടോ അയാളുടെ സാറ്റിസ്ഫാക്ഷൻ ലെവലും അയാളുടെ മൊറാലിറ്റി, അയാളുടെ ഒപ്പീനിയൻസും തിരക്കാനാണ് നമ്മൾ ആറ്റിറ്റ്യൂഡ് സർവേ ഉപയോഗിക്കുന്നത്. അത് ഒരിക്കലും ജോബ് പെർഫോമൻസ് ഡേറ്റയുമായിട്ട് ബന്ധപ്പെട്ടതല്ല. സോ ഓപ്ഷൻ എ ആറ്റിറ്റ്യൂഡ് സർവേ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. സെറ്റ് ആണല്ലോ. അടുത്ത 4ാമത്തത്, which of the following is not an effect on performance, behavior and health when stress level of an employee is high? എന്താ ചോദ്യം നോക്കിക്കേ, ആ ചോദ്യമൊക്കെ കൃത്യമായിട്ട് വായിക്കണേ. which of the following is not an effect on performance, behavior and health, stress level of an employee is high? ഒരാളുടെ സ്ട്രെസ് ലെവൽ വളരെ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ താഴെ പറയുന്നതിനകത്ത് ഏതായിരിക്കും അദ്ദേഹത്തിന്റെ പെർഫോമൻസിനെ, ബിഹേവിയറിനെ, ഹെൽത്തിനെ അഫക്ട് ചെയ്യാത്ത ഫാക്ടേഴ്സ്? ഫീലിംഗ് സ്ലീപ്പി ഓൾ ഓവർ നൈറ്റ്, ഓൾ ദ ടൈം, പുവർ പെർഫോമൻസ്, എക്സോഷൻ, നെർവസ്നെസ്. ഇവിടെ ഒരാളുടെ സ്ട്രെസ് ലെവൽ വളരെ കൂടുതലാണെങ്കിൽ അയാളുടെ പെർഫോമൻസിനെ ബാധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? പെർഫോമൻസിനെ ബാധിക്കുന്ന പെർഫോമൻസ് പുവർ ആവും. സ്ട്രെസ് ലെവൽ കൂടുതലാണെങ്കിൽ നന്നായിട്ട് ചെയ്യാൻ പറ്റില്ല, എക്സോഷൻ സ്റ്റേജിലേക്ക് പോകും. വളരെ എന്താണ്? ഒന്നും ചെയ്യാൻ പറ്റാത്ത, എല്ലാം കൂടെ അക്യുമുലേറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥ. നെർവസ്നെസ് വളരെ കൂടുതലായിരിക്കും. ഇന്നത്തെ ഓപ്ഷൻ എ എന്ന് പറയുന്നത് എന്താ? ഫീലിംഗ് സ്ലീപ്പി ഓൾ ദ ടൈം എന്ന് പറയുന്നത് അല്ലെ? അത് ഉറപ്പായിട്ടും വരാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇയാള് ഭയങ്കര സ്ട്രെസ് ആവുന്ന സമയത്ത് നമുക്ക് നേരെ തിരിച്ചാ വരേണ്ടത്. സ്ട്രെസ് കൂടുമ്പോൾ നമുക്ക് ഉറക്കം കുറയാം അല്ലെ? ഹൈ സ്ട്രെസ് ആണെങ്കിൽ ഇൻസോമിനിയ എന്ന് പറയുന്നത്, ഇൻസോമിനിയ മീൻസ് ഉറക്കക്കുറവ് കൊണ്ട് അല്ലെങ്കിൽ ഉറക്കമില്ലായ്മ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പോയേക്കാം. സോ ആൻസർ ഓപ്ഷൻ എ ആണ്. ഫീലിംഗ് സ്ലീപ്പി ഓൾ ദ ടൈം, സ്ട്രെസ് ഉള്ളവർക്ക് അത് പറ്റില്ല. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഓക്കെ ആണല്ലോ. അടുത്ത 5ാമത് നോക്കിക്കേ, എ മെറ്റഫർ ഡിസ്ക്രൈബിംഗ് ദ ടൈം പീരീഡ് ഇൻ വിച്ച് എ ഫേം ക്യാൻ റിയലിസ്റ്റിക്കലി എൻ്റർ എ ന്യൂ മാർക്കറ്റ്. ഒരു മെറ്റഫർ ആണ് താഴെ തന്നിരിക്കുന്ന. ഏത് മെറ്റഫർ ആണ് ഒരു ടൈം പീരീഡ് ഒരു ഫേം ഒരു ന്യൂ മാർക്കറ്റിലേക്ക് റിയലിസ്റ്റിക്കലി എൻ്റർ ചെയ്യാൻ പോകുന്ന ആ ഒരു സമയത്തെ നമ്മൾ ഒരു മെറ്റഫർ വെച്ച് വിളിക്കുക ആ ടൈം പീരീഡിനെ. അതിന് നമ്മൾ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദ്യം. ഓപ്പർച്യൂണിറ്റി ഫോൾ, ഓപ്പർച്യൂണിറ്റി ഗ്യാപ്പ്, വിൻഡോ ഓഫ് ഓപ്പർച്യൂണിറ്റി, ഓപ്പർച്യൂണിറ്റി റെക്കഗ്നിഷൻ. എല്ലാവർക്കും പെട്ടെന്ന് കിട്ടുന്നതാണ്. എന്തായിരിക്കും? ഓപ്പർച്യൂണിറ്റിയുടെ വിൻഡോ തുറക്കുക നമ്മൾ പറയും അല്ലെ? ഒരു പുതിയ മാർക്കറ്റിലേക്ക് റിയലിസ്റ്റിക്കലി ഒരു ഫേം എൻ്റർ ചെയ്യുന്ന ആ ഒരു ടൈം പീരീഡിനെയാണ് നമ്മൾ വിളിക്കുന്നത് വിൻഡോ ഓഫ് ഓപ്പർച്യൂണിറ്റി. ഒരു വാതിൽ തന്നെ തുറന്നു എന്ന് നമ്മൾ പറയില്ലേ ഓപ്പർച്യൂണിറ്റീസ്. സോ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പം ഇവിടെ ലിമിറ്റഡ് ടൈം ഫ്രെയിം ആണ്. വേർ കണ്ടീഷൻ ആർ ഫേവറബിൾ ഫോർ എൻട്രി ബിഫോർ കോമ്പറ്റീറ്റേഴ്സ്, റെഗുലേഷൻസ് ആൻഡ് മാർക്കറ്റ് ഷിഫ്റ്റ് ക്ലോസ് ടു ദി ചാൻസ്. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബ്യൂറോക്രസിയുമായിട്ട് ബന്ധപ്പെട്ട ആരുടെ? മാക്സ് വെബറിന്റെ ഐഡിയൽ ബ്യൂറോക്രസിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു 5 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ, ഐഡിയൽ ബ്യൂറോക്രസിയുമായിട്ട് ബന്ധപ്പെട്ട മാക്സ് വെബറിന്റെ തിയറി നമ്മുടെ മനസ്സിൽ വരണം. ജോബ്സ് ആർ ബ്രോക്കൺ ഡൗൺ ഇൻ ടു സിമ്പിൾ റൂട്ടീൻ ആൻഡ് വെൽ ഡിഫൈൻഡ് ടാസ്ക്. Offices or positions are organized in a hierarchy.
All organization members are to be selected on the basis of technical qualification. Rules and regulations are applied uniformly, avoiding involvement with personality and personal preferences of employees. E. The interest of any one employee or group of employees should not take precedence over the interest of the organization as a whole. ഇതിനകത്ത് ഏതൊക്കെയാണ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെ ഓപ്ഷൻസ് ആണ് ഈ ഒരു ബ്യൂറോക്രസി മോഡലുമായിട്ട് ബന്ധപ്പെട്ട് എടുക്കാൻ സാധിക്കുന്നത്? ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ബ്യൂറോക്രസിയുമായിട്ട് ബന്ധപ്പെട്ടത് നോക്കുമ്പം നമുക്കറിയാം മാക്സ് വെബറിന്റെ ബ്യൂറോക്രസിക്കകത്ത് ഈ പറയുന്ന എല്ലാ പോയിന്റ്സും വരുന്നുണ്ട്. പക്ഷേ ഇവിടെ ഓപ്ഷൻ നോക്കിക്കേ, എല്ലാം വരുന്ന ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ല. അപ്പൊ ഏറ്റവും മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ട് വരുന്ന 4 ഓപ്ഷൻസ് തിരഞ്ഞെടുക്കാനേ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് ഓരോന്നോരോന്ന് നോക്കാം. ഏറ്റവും മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ട് വരുന്നത് നോക്കിക്കേ, ജോബ്സ് ആർ ബ്രോക്കൺ ഡൗൺ ഇൻ ടു സിമ്പിൾ, റുട്ടീൻ ആൻഡ് വെൽ ഡിഫൈൻഡ് ടാസ്ക്, ഡിവിഷൻ ഓഫ് ലേബർ. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ്. നോക്കിക്കേ, രണ്ടാമത് ഓഫീസ് പൊസിഷൻസ് ആർ ഓർഗനൈസ്ഡ് ഇൻ എ ഹയറാർക്കി. അതല്ലേ ഏറ്റവും ഇമ്പോർട്ടന്റ്. ബ്യൂറോക്രസിക്കകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്തായിരുന്നു? ഹയറാർക്കി ഓഫ് അതോറിറ്റി ആണ്. അത് ഉറപ്പായിട്ടും വരണം. അപ്പൊ ബി എന്തായാലും വരും, ഇതും വരാം. ഓൾ മെമ്പേഴ്സ് സെലക്ട് ഓൺ ദ ബേസിസ് ഓഫ് ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ, അതായത് മെറിറ്റ് ബേസ്ഡ് സെലക്ഷൻ ആയിരിക്കണം. ഓരോരുത്തർക്ക് അനുവദിച്ച സ്ഥാനം തന്നെ കൊടുക്കണം. അത് നമ്മൾ പഠിച്ചതാണ്, ഉറപ്പായിട്ടും ഉണ്ട്. അടുത്തത് റൂൾസ് ആൻഡ് റെഗുലേഷൻ അപ്ലൈഡ് യൂണിഫോംലി, അവോയ്ഡിങ് പേഴ്സണൽ പ്രിഫറൻസ്, ഇംപേഴ്സണാലിറ്റി. റൂൾസും റെഗുലേഷൻസും എല്ലാം കൃത്യമായിട്ട് പാലിക്കണം. അത് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം. ആൾക്കാരോട് പേഴ്സണൽ പ്രിഫറൻസ് പാടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ ഇൻട്രസ്റ്റ് ഓഫ് ഇൻഡിവിജ്വൽ ഷുഡ് നോട്ട് ടേക്ക് പ്രസിഡൻസ് ഓവർ ദ ഓർഗനൈസേഷൻ. അതായത് ഓർഗനൈസേഷന്റെ ഗോളിനായിരിക്കണം കൂടുതൽ പ്രാധാന്യം, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അറ്റൻഷൻ ആയിരിക്കരുത്. ഇതിനകത്ത് ഈ 4 കാര്യങ്ങളും കൃത്യമായിട്ട് അദ്ദേഹം ഫോളോ ചെയ്യുന്നുണ്ട്. ഇതും ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്ക് ഓപ്ഷനകത്ത് എല്ലാം കൂടെ വരുന്നില്ല. അപ്പൊ ഏറ്റവും പ്രാധാന്യം കുറഞ്ഞ ഒന്നിനെ നമുക്ക് ഒഴിവാക്കിയാൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. Okay, അപ്പോൾ 5 statement are correct features of Weber's ideal bureaucracy, but the given option only include 4 at a time. The closest match എന്ന് പറയുന്നത് B, C, D, E ആണ്. ഇവിടെ ജോബ്സ് ബ്രോക്കൺ ഇൻടു സിമ്പിൾ റുട്ടീൻ ടാസ്ക് എന്ന് പറയുമ്പോൾ സയന്റിഫിക് മാനേജ്മെന്റുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ടൈലറിന്റെ സയന്റിഫിക് മാനേജ്മെന്റുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ട ഒരു കൺസെപ്റ്റ് ആണ് ജോബ്സിനെ സിമ്പിൾ ആക്കി മാറ്റി റുട്ടീൻ ടാസ്ക് ആക്കി മാറ്റുക എന്നുള്ളത്. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.